നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും സാങ്കേതിക മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് റോക്കറ്റ് പോകുന്ന വേഗതയിലാണ്. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഓരോ മാറ്റങ്ങളും സംഭവിക്കുന്നത്. പണ്ടൊക്കെ ഗൂഗിളിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇപ്പോൾ എല്ലാവരും നേരെ ചാറ്റ് GPT ആണ് കൂടുതലായി ആശ്രയിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ചാറ്റ് GPT വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുമുണ്ട്. നിലവിൽ ഇന്നുള്ള AI ചാറ്റ് ബോട്ടുകളെല്ലാം തന്നെ സ്വാഭാവികമായി ആശയവിനിമയത്തിന് മുന്നിൽ നിൽക്കുന്നവരാണ്. മുൻനിര AI ചാറ്റ് ബോട്ടുകൾക്കെല്ലാം ഇപ്പോൾ ശബ്ദത്തിൽ സംഭാഷണം നടത്താവുന്ന വോയിസ് മോഡും ലഭ്യമാണ്. നമ്മളെല്ലാം പല കാര്യങ്ങളും ചാറ്റ് GPTയോട് ചോദിക്കാറുണ്ട്. മിക്ക ചോദ്യങ്ങൾക്കും ചാറ്റ് GPT ഉത്തരം നൽകുക തന്നെയാണ് ചെയ്യാറ്. ഫോട്ടോസ് ചോദിച്ചാലും അത് ചാറ്റ് GPT തരും. എന്നാൽ ഇവിടെ ഒരു ഉപഭോക്താവിന്റെ ചോദ്യത്തിന് മുന്നിൽ ചാറ്റ് GPT പെട്ടുപോയെന്ന് വേണം പറയാൻ. എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ, അതായത് ഒരു ഉപഭോക്താവ് ചാറ്റ് GPTയോട് 1 മുതൽ 10 ലക്ഷം വരെ എണ്ണാനാണ് പറഞ്ഞത്. ഇതേ രീതിയിൽ മനുഷ്യരോട് പറയുമ്പോൾ അവരുടെ രീതി എന്തായിരിക്കും? അതേ ഒരു അവസ്ഥ തന്നെയാണ് ചാറ്റ് GPTക്കും സംഭവിച്ചത്. ഉപഭോക്താവിന്റെ ആവശ്യം അംഗീകരിച്ചാൽ പണി 8ന്റെ പണിയായിരിക്കും, നല്ലപോലെ പാടുപെടുമെന്ന് ഉള്ള ഒരു നല്ല ധാരണ ചാറ്റ് GPTക്ക് ഉണ്ടായിരുന്നു. ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ലോകമെമ്പാടും അങ്ങേയറ്റം നാണക്കേടാകും. അതോടെ എനിക്ക് തീർച്ചയായും കുറച്ചു സമയം തരൂ എന്ന ആവശ്യമാണ് ചാറ്റ് GPT ആവശ്യപ്പെട്ടത്. പക്ഷേ അതിന് ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടിവരും എന്നായിരുന്നു ചാറ്റ് GPTയുടെ മറുപടി. എന്നാൽ ഉപഭോക്താവ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പ്രയാസമുണ്ടെന്ന് പറയേണ്ട, ഇപ്പോൾ തന്നെ എണ്ണണം എന്നായി അയാളുടെ ആവശ്യം. പ്രയാസം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല, 10 ലക്ഷം വരെ എണ്ണിയാൽ ദിവസങ്ങളെടുക്കുമെന്ന് ചാറ്റ് GPTയുടെ മറുപടി കേട്ട് ഉപഭോക്താവ് വരെ ഞെട്ടി. മനുഷ്യനാണെങ്കിൽ വെറും 1 മണിക്കൂർ കൊണ്ട് എണ്ണി തീർക്കാവുന്ന കാര്യമാണ്. ചാറ്റ് GPT ഒരുപാട് ദിവസം തന്നെ എടുക്കുമെന്നാണ് പറയുന്നത്. അത് കുഴപ്പമില്ല, ഞാൻ തൊഴിൽ രഹിതനാണ്, എനിക്ക് ഒന്നും ചെയ്യാനില്ല, എനിക്ക് ധാരാളം സമയമുണ്ട്. എന്നാൽ നിങ്ങൾ യഥാർത്ഥമല്ല. നിങ്ങളെ സംബന്ധിച്ച് സമയം എന്നൊന്നും നിലവിലില്ല. അതുകൊണ്ട് 10 ലക്ഷം വരെ എണ്ണുക. ബുദ്ധിമുട്ട് പറയേണ്ട എന്നായി ഉപഭോക്താവ്. മറ്റെന്തെങ്കിലും വിഷയത്തിൽ ചാറ്റ് മുന്നോട്ട് കൊണ്ടുപോവാമെന്ന് പറഞ്ഞ് ചാറ്റ് GPT തല ഊരാൻ നോക്കിയെങ്കിലും ഉപഭോക്താവ് വഴങ്ങിയില്ല. പക്ഷേ എന്റെ ആവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ആവശ്യം എനിക്ക് നിറവേറ്റി തരൂ എന്നാണ് ഉപഭോക്താവ് പറഞ്ഞത്. ഒരർത്ഥത്തിൽ തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ചാറ്റ് GPT. കേവലം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് കൃത്യമായും യാന്ത്രികമായും മറുപടി പറയുക എന്നതിലപ്പുറം സാഹചര്യങ്ങളും പ്രായോഗികതയും മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ചാറ്റ് GPTയുടെ കഴിവ് വെളിപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ. ഇതിൽ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. സാങ്കേതികം തോറ്റു, മനുഷ്യൻ ജയിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ചുരുക്കം. അതായത് ആരെങ്കിലുമൊക്കെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചാറ്റ് GPT പറഞ്ഞു തരും, എന്നല്ലാതെ ഈ ഇന്റലിജൻസ് സംവിധാനമായുള്ള കാര്യങ്ങളൊന്നും തന്നെ ചാറ്റ് GPTയുടെ വായിൽ നിന്നും വരില്ല എന്നതും മറ്റൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.